ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ നാലമ്പല ദർശനത്തിലെ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കഞ്ഞി വഴിപാട് നമുക്ക് ശ്രീരാമൻ്റെ അമ്പലത്തിൽ ഫുഡ് കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞിയും പയറുമാണ്. അവിടെ ഇങ്ങനെ നമുക്ക് കഞ്ഞി വഴിപാട് പോലൊക്കെ ചെയ്യാൻ 2000 രൂപയാണ് അവിടെ ഞാൻ ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടുന്ന് കഴിക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ, ഇപ്പം 4ാമത്തെ തവണ എങ്ങനെയാണ് വരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പം എന്തായാലും ഭാഗ്യമായി. അപ്പം രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും അതൊരാശ്വാസമായിരുന്നു. അങ്ങനെ കേശുവിന് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പമായിരുന്നു അവനത് കഴിച്ചത്, അവിടെ നിന്ന് തന്നെ വഴിപാട്. പക്ഷേ അതിനുശേഷം അവൻ കുറച്ച് കഞ്ഞി കുടിച്ചായിരുന്നു. അതിനുശേഷം നമ്മളിനി അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഭരതൻ്റെ അമ്പലമാണ് 2ാമത്തെ അമ്പലം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ശത്രുഘ്നൻ്റെ അമ്പലമുണ്ട്. പക്ഷേ നമ്മൾ അവിടെയല്ല പോകുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ കേശൂട്ടൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് കണ്ടില്ലേ. അത് ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തൊഴിലിട്ട് വന്നിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ നല്ല രീതിയിൽ അത് ഓർമ്മിച്ച് വെച്ചിട്ട് വേണമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എപ്പോഴും വരുമ്പോഴൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. എന്തായാലും അവന് ചെണ്ട വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്തായാലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. 100 രൂപയായിരുന്നു. അതെന്തായാലും വാങ്ങിച്ചു. അതിന് ശേഷം നമ്മളിപ്പം ഭരതൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ലാസ്റ്റ് അമ്പലങ്ങളെല്ലാം ചുറ്റി കണ്ടിട്ട് നമുക്ക് വീണ്ടും ശ്രീരാമൻ്റെ അമ്പലത്തിലേക്ക് വരണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വർഷത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വഴി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. കാരണം വേറെ റൂട്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് വഴി തെറ്റി പോകാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഓപ്പോസിറ്റ് വഴി കൂടെയാണ് എന്തായാലും വന്നത്. വഴി ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതും ഒരു ഉള്ളിലോട്ട് കയറിയ ഒരു അമ്പലമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഈ അമ്പലം. അതുപോലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ തീരെ കുഞ്ഞു ഒരു ക്ഷേത്രമാണ്. അവിടെ നമുക്ക് ഈ കർക്കിടകത്തിൽ കഴിക്കേണ്ട മരുന്നുണ്ടല്ലോ, അത് നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളും പിന്നെ നാലമ്പല ദർശനത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു മൈക്കിൽ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്.
അമ്പലത്തിലേക്ക് നമുക്ക് തൊഴാൻ കയറാം. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ ചുറ്റി വലം വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാനെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വലം വെച്ചിട്ട് അകത്തോട്ട് കയറി തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ പോകേണ്ടത് ലക്ഷ്മണൻ്റെ അമ്പലത്തിലേക്കാണ്. അപ്പം അമ്പലത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം അമ്പലത്തിൽ വരുന്നതിൻ്റെ ആ ഒരു വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ. അകത്ത് കയറുമ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴാനും വഴിപാടുകൾ നോക്കാൻ എല്ലാ കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ഇവിടെ കണ്ടോ, നമ്മൾ വഴി ഇട്ടില്ലെങ്കിൽ കൂടെ ഓരോ വഴിയിലും ആ ഒരു ബോട്ട്, നാലമ്പല ദർശനത്തിൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ നിറയെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വഴി തെറ്റത്തില്ല. പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ്. ഇത് കണ്ട് അപ്പുറം ഇപ്പുറമായിട്ട് റബ്ബർത്തോട്ടങ്ങളാണ്. അതുപോലെ നല്ല ഒരു തണുത്ത അന്തരീക്ഷമാണ്. നമ്മൾ എന്തായാലും തൊഴുതിറങ്ങി. ഇനി അടുത്തത് കുറച്ച് ലോങ് ആണ് കേട്ടോ. ഞങ്ങൾ വേറൊരു വഴി കൂടെ പോകാൻ ചേട്ടൻ വന്ന വഴിയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി റോഡ് കേട്ടോ. കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു ഭയങ്കര റോഡായിരുന്നു. നടുവ് മൊത്തം ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ലക്ഷ്മണൻ്റെ അമ്പലത്തിലേക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ഈ 4 അമ്പലങ്ങളിൽ ഏറ്റവും വലിയ അമ്പലമാണ് ലക്ഷ്മണൻ്റെ അമ്പലം എന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചെറിയ അമ്പലമാണ് ഭരതൻ. ശ്രീരാമൻ്റെ അമ്പലം ഒരു ഇച്ചിരി വലുതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ശത്രുഘ്നൻ്റെ അമ്പലം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു കുറച്ച് പുതിയ ഒരു അമ്പലമാണ്. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ലക്ഷ്മണൻ്റെ ക്ഷേത്രത്തിലേക്ക്. അപ്പം നമ്മുടെ അടുത്ത് പരിചയമുള്ളൊരു ചേച്ചീനെ കണ്ടു. അവരോടും കൂടെ ഞങ്ങൾ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചു. നമ്മൾ 4 അമ്പലങ്ങളും തൊഴുത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു 4 അമ്പല ദർശനം അവസാനിപ്പിക്കേണ്ടത് ശ്രീരാമൻ്റെ അമ്പലത്തിലേക്കാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഉറപ്പാക്കി. ഇപ്പം നല്ല ഉച്ചയാകാൻ തുടങ്ങി. കാരണം ഞങ്ങൾ എപ്പോഴും വെളുപ്പിനെയാണ് ഇറങ്ങുന്നത്. ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഉച്ചയായതോ നമുക്ക് നട അടയ്ക്കുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്പലത്തിൽ കയറിയിട്ട് ഇവിടുന്ന് നമ്മൾ വഴിപാടായിട്ട് പാൽപ്പായസമാണ് വാങ്ങിച്ചത്. കേശുട്ടിന് കുറച്ച് വിശക്കുമെന്ന് പറഞ്ഞായിരുന്നു. അവനത് അപ്പം തന്നെ പായസം കുറച്ച് കുടിച്ചായിരുന്നു. ഉണ്ണിയപ്പൊക്കെ ഓൾറെഡിയൊക്കെ ഫിനിഷാക്കി കഴിഞ്ഞു. പിന്നെ ചെണ്ടയും കെട്ടിപ്പിടിച്ചുള്ള നടപ്പൊക്കെ ആയിരുന്നു. നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് നമ്മളിനി ചിത്രപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇങ്ങോട്ട് നോക്കി പറ. രാമം, സത്യക്തം, ഭരതം, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ശത്രുഘ്നൻ്റെ അമ്പലത്തിൽ വന്നു. അവിടെ ഒരു വഴിപാട് താലം നമ്മൾ മേടിച്ചായിരുന്നു. അത് അകത്ത് കൊണ്ട് കൊടുത്തു. അതിനകത്ത് മാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വഴിപാട് നമുക്ക് പുറത്ത് പ്രസാദം നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ക്ഷേത്രങ്ങളും കാണാനായിട്ട് പോവാണ്. നല്ല അടിപൊളിയാണ്. താഴത്തെ ആ ഒരു തെറ്റൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് കാണാൻ പറ്റും.
അടുത്ത് തന്നെയാണ് ശ്രീരാമൻ്റെ അമ്പലം. അവിടെ കൂടെ പോയിട്ട് വേറൊരു അമ്പലത്തിലും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അത് വേറൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അമ്പലമൊക്കെ അടച്ച് കാണും, എന്നാലും ഒരു കാഴ്ച കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ